Good afternoon all. Good afternoon, ma'am. നിങ്ങളെടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? നമുക്ക് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസസില് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന 7 ഗ്യാസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് മെഡിക്കൽ എയർ അല്ലെ. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വിതരണം ചെയ്യുന്ന ശുദ്ധമായ മെഡിക്കൽ ഗ്യാസിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇതെന്താണ്? കഴിഞ്ഞ മൊഡ്യൂളില് ഫസ്റ്റ് തേർഡും ഫോർത്തും മൊഡ്യൂള് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരാട്ടോ. എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററും ഒരുപാട് ലെങ്തി ആണ്. അപ്പൊ നമുക്കത് തീർക്കണമല്ലോ. അപ്പൊ തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും റിവിഷൻ ഒക്കെ നടത്താം നമുക്ക് കേട്ടോ. ഈ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ പൊല്യൂഷൻ, എന്താണ്? മലിനീകരണം ഇല്ലാത്തതോ പൊല്യൂഷൻ ഇല്ലാത്തതോ പാർട്ടിക്കിൾസ് ഇല്ലാത്തതോ ഓയിൽ ഇല്ലാത്തതോ എന്താണ് മണമില്ലാത്തതോ ആയ ഡ്രൈ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വായുവിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇതെന്താണ്? പേഷ്യൻസ് ഓപ്പറേഷൻ റൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ അവര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിലും ആണെങ്കിലും എന്താണ് അവർക്ക് ബ്രീത്തിങ്ങിന് എളുപ്പമാക്കുന്നതിനും വേണ്ടിയിട്ടും അവരെ കംഫർട്ട് ആക്കുന്നതിനും വേണ്ടിയിട്ടും അതാണ് സർജൻസ് ഇത് നൽകാറുണ്ട്. നെക്സ്റ്റ് ഓക്സിജൻ. ഓക്സിജൻ നമുക്കറിയാം അല്ലെ, നമ്മ ഹോസ്പിറ്റലുകളില് സുപരിചിതമായിട്ടുള്ള അല്ലെ, പരിചിതമായിട്ടുള്ള ഒരു ഗ്യാസ് ആണല്ലേ. എന്തിനാണ് ഓക്സിജൻ ഉപയോഗിക്കുന്നത്? ഓക്സിജൻ എന്തിനാണ് തരുന്നത് നമുക്ക് ഹോസ്പിറ്റലില്? അറിയില്ല. ഓക്സിജൻ ബ്രീത്തിങ് പ്രോബ്ലംസ് അല്ലെ. ബ്രീത്തിങ്ങിന് ഓക്സിജൻ നമ്മുടെ എന്താണ് ശരീരത്തിലെ ഓക്സിജന്റെ ലെവല് കുറയുക അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവുക, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവുക അല്ലെ, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുക അല്ലെ. അപ്പോഴൊക്കെ അല്ലേ നമുക്ക് തരുന്നത് ഓക്സിജൻ. ഓക്കെ, നിങ്ങളും കൂടി പറ, എന്നാലല്ലേ നമുക്ക് ഇതായി പോകുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഓക്സിജൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അല്ലെ, ഇല്ലേ? പിന്നെ കാർഡിയാക് അറസ്റ്റുമായി വന്ന പേഷ്യൻസിന് കൊടുക്കാറില്ലേ? റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ട് വന്ന പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നോക്കിയേ, എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എ മെഡിക്കൽ ഗ്യാസ് റിക്വയർഡ് ഇൻ എവറി ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റെസോസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. എന്താണ്? എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെസോസിറ്റേഷൻ അല്ലെ, പുനരുത്തേജനത്തിന്. നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചല്ലോ, റെസോസിറ്റേഷൻ ഏരിയാസ് അല്ലെ. എന്താണ്? ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരെന്താണ് റിക്കവർ ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെ, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് CPR കൊടുക്കുന്ന ഏരിയ ഒക്കെ ഏതാണ്? റെസോസിറ്റേഷൻ ഏരിയ അല്ലേ CPR. അപ്പൊ പുനരുത്തേജനത്തിനും എന്താണ് അവരെ ലൈഫ് സേവ് ചെയ്യുന്നതിന് കൊടുക്കുന്നു. പിന്നെ എന്താണ്? ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന തെറാപ്പിക്കും എന്താണ് നമ്മ നെബുലൈസ് ചെയ്യില്ലേ. അപ്പൊ നമുക്ക് എന്ത് ഓക്സിജൻ തരാറുണ്ടോ? അതൊരു ഇൻഹലേഷൻ തെറാപ്പി ആണ് അല്ലെ, നെബുലൈസേഷൻ ആണോ? വെന്റിലേറ്ററിൽ കിടക്കുന്നത് എന്താണ്?
ശ്വസിക്കാൻ സഹായിക്കാണ് അല്ലെ, നമ്മളെ ജീവൻ നിലനിർത്തുകയാണ് അല്ലെ വെന്റിലേറ്ററില്. ആണോ? അപ്പൊ അങ്ങനെയുള്ള ഇൻഹലേഷൻ തെറാപ്പിക്കൊക്കെയാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ. ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിന് ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്? ലൈക്ക് COPD. COPD എന്ന് പറഞ്ഞാല് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തില് ഓക്സിജന്റെ ലെവല് കുറയുക, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ എയർ ഫ്ലോയില് എന്താണ് ബ്ലോക്ക് സംഭവിച്ചിട്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമ്പോഴൊക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്? ആ ബ്രീത്തിങ് ഓക്കെ ആവാൻ, നോർമൽ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജൻ തരുന്നു. നെക്സ്റ്റ് സൈനോസിസ് മിസ് എടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മിസ് എടുത്തിട്ടുണ്ട് സൈനോസിസ് ഫസ്റ്റ് മൊഡ്യൂളില്. ഓർമ്മയില്ല? എന്താണ് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരും. ലാക്ക് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എന്താണ് ബ്ലഡില് ഓക്സിജന്റെ അളവ് കുറഞ്ഞ് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരം നമ്മുടെ ലിപ്പിന്റെ നിറം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നെഗത്തിന്റെ നിറമൊക്കെ മാറും അല്ലെ, നീല കളറായി മാറും. അതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ബ്ലൂ കളറായി മാറും. അപ്പൊ അങ്ങനെയുള്ള സൈനോസിസ് വരുമ്പോ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ നൽകുന്നു. ഷോക്ക് വരുമ്പോൾ, പിന്നെ സെവർ ഹെമറേജസ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തസ്രാവം അല്ലെ, ഉയർന്ന രീതിയിലുള്ള രക്തസ്രാവം സംഭവിക്കുമ്പോൾ, പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസൺ. എന്നാലും കാർബൺ മോണോക്സൈഡ് പോലുള്ള പോയിസണിങ് നമുക്ക് സംഭവിക്കും. എന്താണ് നമ്മുടെ ബ്രീത്തിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ട് വരും അല്ലെ, അപ്പൊ നമുക്ക് ഓക്സിജൻ തരുന്നു. നെക്സ്റ്റ് ട്രോമ, ആഘാതങ്ങൾ സംഭവിക്കുന്നു. നെക്സ്റ്റ് കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്. എന്താണ് നമുക്ക് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെ, ശ്വസനത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ അത് നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജൻ തരുന്നു. നെക്സ്റ്റ് റെസൂസിറ്റേഷൻ, പുനരുത്തേജനത്തിന് വേണ്ടിയിട്ട് നമുക്ക് CPR ഒക്കെ തരും. എന്താണ്? ഓക്സിജൻ നൽകുന്നു. ആൻഡ് ലൈഫ് സപ്പോർട്ടിങ്, എന്താണ് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഓക്സിജൻ നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? എന്ന് വെച്ചാല് ഹോസ്പിറ്റലില് നമുക്ക് എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്താണ് ഒരു ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസ് അല്ലെ. ഹോസ്പിറ്റലിലെ ഓക്സിജൻ ഇല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനം നടത്താൻ പറ്റുമോ എഫക്റ്റീവായി? ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ അത്? Okay. Next, carbon dioxide. Carbon dioxide is used for insufflating medical gas for less invasive surgery. എന്താണ്? Like laparoscopy ആണ് കേട്ടത്. LA ഉണ്ട് ട്ടോ. laparoscopy, arthroscopy, endoscopy, cryotherapy, as well as for respiratory stimulation during and after anesthesia. എന്താണ് നമുക്ക് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അല്ലെ, ഒരു ചെറിയ കീഹോള് പോലത്തെ ചെറിയ മുറിവുണ്ടാക്കി നമുക്ക് ചെയ്യുന്ന സർജറീസ് എന്താണ്? ലാപ്രോസ്കോപ്പി അല്ലെ, അബ്ഡോമിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയർ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സർജറീസ്. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ജോയിന്റ്സിലെ കൈയിന്റെ ആവാം, കാലിന്റെ ആവാം. അപ്പൊ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് ആ ജോയിന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡാമേജുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്താണ്? ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം എന്താണ് എവിടെയാണോ പരിശോധിക്കേണ്ടത് അവിടെ ഒരു ചെറിയ മുറിവുണ്ടാക്കി എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ഏതെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ടിഷ്യൂസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഫ്രീസ് ചെയ്ത് കാണിട്ട് ആ ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുന്നതാണ് ക്രയോതെറാപ്പി. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അതെന്താണ് ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ.
ക്രയോതെറാപ്പി എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്ന് എന്ത് ചെയ്യും, നമ്മുടെ ടിഷ്യൂസ് ഡാമേജ് ആവും അല്ലെ, ഒരു ഭാഗത്തെ ടിഷ്യൂസ് ഡാമേജ് ആവും. അപ്പൊ ആ ഭാഗത്തെ എക്സാമിൻ ചെയ്യണം, ആ ഭാഗം പരിശോധിക്കണം, നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് അതൊന്ന് പരിശോധിച്ച് ആ ടിഷ്യൂസ് എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം അല്ലെ. അതാണ് ക്രയോതെറാപ്പി. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഭാഗം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടേ, വ്യക്തമായി കാണണം അല്ലെ. ഇപ്പൊ അബ്ഡോമിൻ ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അബ്ഡോമിന്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ആയി കാണണ്ടേ, കാണണം അല്ലെ. അപ്പൊ ഈ ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇതാക്കി കണ്ട് എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ വീർപ്പിച്ച് നിർത്തും. ഇൻസഫറേറ്റിംഗ് എന്ന് പറഞ്ഞാല് വീർപ്പിക്കുക, ആ ഭാഗത്തെ ഊതി വീർപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അതൊന്ന് അവിടെ കുറച്ചൊന്ന് ഇങ്ങനെ ഊതി വീർപ്പ് ഇങ്ങനെ പൊള്ളയായിട്ട് നിൽക്കുമ്പോ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ ഉൾഭാഗം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂല്ലേ, കാണാൻ പറ്റൂ ഇല്ലേ, അതിന്റെ ഉൾഭാഗം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ ഭാഗത്തെ പെയിൻ ഉണ്ടാവില്ല. ഈ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള മരുന്നുകളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി ആ ഭാഗം മരവിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പെയിൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ബൾക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഊതി വീർപ്പിച്ച പോലെ ഒന്ന് വീർത്ത് നിൽക്കാം. അപ്പൊ എന്താ, അതിന്റെ ഉൾഭാഗം നമുക്ക് കറക്റ്റ് ആയ രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഈ പ്രഗ്നൻസി ലേഡീസ് സ്കാൻ ചെയ്യുമ്പോ പറയാറില്ലേ, നല്ലോണം വെള്ളം കുടിക്കാൻ 1 മണിക്കൂർ അല്ലെ, ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചിട്ട് അത് എന്തിനാണ് പറയുന്നത്, വയറിങ്ങനെ വീർത്ത് അല്ലെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ അത് നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും നല്ലോണം. അതേപോലെ ആ എക്സാമിൻ ചെയ്യുന്ന ഭാഗം എവിടെയാണ് അവർ ചെയ്യുന്നത് ആ ഭാഗം ഒന്ന് വീർപ്പിച്ച് നിർത്തണമെന്ന് ഊതി വീർപ്പിച്ച പോലെ ഒന്ന് ഇത് വേണ്ടിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അനസ്തേഷ്യ നൽകിയതിനു ശേഷം അവരെ ബ്രീത്തിങ്, അവരെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ എന്താണ്, ശ്വസന ഉത്തേജനത്തിന് വേണ്ടി ശ്വാസം എടുക്കുന്നത് ഒന്ന് ഉത്തേജിപ്പിക്കുക, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. CO2 മെയിൻ ബി പൈപ്പഡ് ഇൻ ലാർജ് ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലില് CO2 എടുക്കുന്നത് എന്താണ്, പൈപ്പ് ലൈൻ വഴിയായിരിക്കും. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം ടാങ്ക്. എന്താണ്, പക്ഷെ കൂടുതൽ സാധ്യത ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്, ടാങ്ക് വഴി കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാവർക്കും ഓക്കെ ആണോ? പറയൂ നവ്യ. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ജോയിന്റ്സ് ഇല്ലേ, ശരീരത്തിലെ ജോയിന്റ്സുകൾ ഉണ്ട് അല്ലെ, കൈയിന്റെ ജോയിന്റ്സ് ഉണ്ട്, കാലിന്റെ ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ ജോയിന്റ്സിനെ എക്സാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആർത്രോസ്കോപ്പി ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ. ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ദാറ്റ് allows a doctor to examine, എന്ത് ചെയ്യാണ്, എക്സാമിൻ ചെയ്യാണ്, പരിശോധിക്കാണ്, ആൻഡ് prepare a joint using a small camera and light inserted through a small incision. ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഒരു ചെറിയ ക്യാമറയോ അതല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ഇൻസേർട്ട് ചെയ്ത് കാണിട്ട് നടത്തുന്ന സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. അത് പാരോസ്കോപ്പി അല്ല, ലാപ്രോസ്കോപ്പി ആണ്. അബ്ഡോമിനെ നമ്മൾ നടത്തുമല്ലോ എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയർ. ലാപ്രോസ്കോപ്പി ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിക്ക് മുമ്പ് മിസ്. എന്തെങ്കിലും അബ്ഡോമിൻ പെയിൻ വരാം, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം അല്ലെ. അപ്പോഴേക്ക് എന്താണ് നമ്മുടെ അബ്ഡോമിൻ എക്സാം ചെയ്യണം അല്ലെ, നമ്മൾ കുടലുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി ആണ് കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ വയറിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ നമുക്ക് കാണണം അല്ലെ, വിസിബിൾ ആയിരിക്കണ്ടേ.
നോ ചെറിയൊരു മുറിവുണ്ടാക്കി അതിലേക്കൂടി ഈ ട്യൂബ് അത് ഇടുമ്പോ എന്താണ് അപ്പൊ അതിനു വേണ്ടി അവിടെ ഒന്ന് ഊതി വീർപ്പിച്ചതുപോലെ ഒന്ന് വീർത്ത് നിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇതിന്റെ ജസ്റ്റ് യൂസസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട എവിടേക്കാണ് ഈ ഗ്യാസുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, next nitrogen, medical liquid nitrogen. Medical liquid nitrogen. Nitrogen is a medical gas used for cryosurgery. മറ്റൊരു ക്രയോതെറാപ്പി, അതൊരു പ്രൊസീജിയർ ആണ്. എന്താണ്, നമുക്ക് എവിടെയാണോ നമ്മുടെ ടിഷ്യൂസ് ഡാമേജ് ഉള്ളത് അവിടെ ഫ്രീസ് ചെയ്ത് കാണിട്ട് ഇൻസ്ട്രുമെന്റ് വെച്ച് കാണിട്ട് ഫ്രീസ് ചെയ്ത് കാണിട്ട് എന്താണ് ഉള്ളിലേക്ക് അത് കടത്തി വിട്ട് ആ ഭാഗം ഫ്രീസ് ചെയ്ത് കാണിട്ട് ആ ടിഷ്യൂസിനെ നീക്കം ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. ഇത് ക്രയോ സർജറി എന്ന് പറഞ്ഞത് എന്താണ്, ഒരു സർജറിയാണ്. സാധാ സർജറി ചെയ്യുന്ന പോലെ എന്താണ് ഡാമേജ് വന്ന ടിഷ്യൂസിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന സർജറി, ക്രയോ സർജറി. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ക്രയോ സർജറിയില് എന്താണ് ഈ ഈ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിനെ അല്ലെങ്കിൽ സെൽസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നൈട്രജൻ യൂസ് ചെയ്യുന്നു. എന്താണ് ടു റിമൂവ് സം ക്യാൻസർ ആൻഡ് സ്കിൻ ലൈസൺ എന്ന് വെച്ചാല് സ്കിൻ ലീഷൻ എന്ന് വെച്ചാല് നമുക്ക് ക്യാൻസർ വന്ന ഏതെങ്കിലും സെല്ലുകൾ ഡാമേജ് ആവാം, അല്ലെങ്കിൽ ഒരു ഭാഗത്തെ ടിഷ്യൂസ് ഏതെങ്കിലും ഒരു ഭാഗത്തെ ടിഷ്യൂസ് ഡാമേജ് ആവുമ്പോ എന്ത് ചെയ്യാം, ആ ഭാഗം ഫ്രീസ് ചെയ്യാം, ഉയർന്ന തണുപ്പ് ഇതാക്കിങ്ങാട്ട് ആ ഭാഗം ഡീപ് ഫ്രീസ് ചെയ്യും. ഡീപ് ഫ്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, മരയിച്ചു പോകും അല്ലെ. നമുക്ക് വേദന അറിയാൻ പറ്റുമോ ആ ഭാഗത്ത്? എക്സ്ട്രീം കോൾഡ് ഇതാ നമുക്ക് അറിയാൻ പറ്റോ? മരയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് തണുപ്പ് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഡീപ് ഫ്രീസ് ചെയ്ത് കാണിട്ട് എന്താണ് ആ ടിഷ്യൂസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആ സെൽസ് റിമൂവ് ചെയ്യും. എന്താണ് ഇങ്ങനെ ഡീപ് ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൈട്രജൻ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആയോ? And also for the storage of tissues, cells and blood in cryogenic temperature to avoid oxidation of a sample. നമ്മുടെ ടിഷ്യൂസ് നമ്മൾ ലബോറട്ടറിയിൽ ടിഷ്യൂസ് സെൽസ് ഒക്കെ എക്സാമിൻ ചെയ്യുമല്ലോ, ടെസ്റ്റ് ചെയ്യൂലേ. ടെസ്റ്റ് ചെയ്യും അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോ നമ്മത് ആ സെല്ലെടുത്ത് അല്ലെങ്കിൽ ആ ടിഷ്യൂ എടുത്ത് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെയായിരിക്കും, നശിച്ചു പോവോ, ഡാമേജ് പറ്റുമോ അതിന്? എന്താണ് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഡാമേജ് പറ്റും, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കാം അല്ലെ. അപ്പൊ ആ എന്താണ് എന്താണ് ലാബുകളിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ടിഷ്യൂസ് സെൽസുകളൊക്കെ എന്താണ് കൂടുതൽ എഫക്റ്റീവായി നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് എന്താണ് ഓക്സിഡേഷൻ. ഈ ആപ്പിളൊക്കെ മുറിച്ച് വെച്ചാൽ എന്താ പറ്റുക, വെറുതെ പുറത്ത് ആപ്പിള് മുറിച്ച് വെച്ചാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ പൊട്ടറ്റോ കളർ വ്യത്യാസം വരില്ലേ? അതിലെന്താ നടക്കുന്നത്, കെമിക്കൽ റിയാക്ഷൻ, ആ കളർ ചേഞ്ച് ആവും, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും അല്ലെ. അതേപോലെ എന്താണ് നമ്മ ഈ സെൽസുകള് ടിഷ്യൂസ് ഒക്കെ പുറത്തു വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് ഓക്സിഡേഷൻ സംഭവിക്കും അല്ലെ, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. ഒക്കെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഈ ടിഷ്യൂസിലും സെൽസിലും അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കാതെ അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താണ് നമ്മെ നൈട്രജൻ യൂസ് ചെയ്യുന്നു. ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് -153 ക്രയോജനിക് ടെമ്പറേച്ചർ. നമ്മുടെ സാധാരണ നോർമൽ ടെമ്പറേച്ചറിലും കുറവായ
ടെമ്പറേച്ചറിൽ ഫ്രീസർ പോലെ അല്ലെ നല്ല തണുപ്പിച്ച് എന്താണ് ഈ സെൽസുകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇതിനെന്ത് പറ്റില്ല, ഇതിന് ഡാമേജ് അല്ലെ ഒന്നും സംഭവിക്കില്ല. ക്ലിയർ ആയോ ഇത്? ടെമ്പറേച്ചർ ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് -153 ഡിഗ്രി സെൽഷ്യസ്. അതിലും കുറവ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്ന നമ്മ ഈ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ സൂക്ഷിക്കുന്നു. അപ്പൊ ഇതിനു വേണ്ടിയും നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. സാമ്പിളുകളിൽ ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാൻ എന്താണ് നൈട്രജൻ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, it can also be used as a part of medical gas mixture for lungs function test. എന്താണ് നമ്മുടെ ശ്വാസകോശ പ്രവർത്തന പരിശോധനയ്ക്ക് വേണ്ടിയും എന്താണ് മെഡിക്കൽ ഗ്യാസ് മിക്സ്ചറിൽ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. ശ്വാസകോശ പ്രവർത്തനങ്ങളുടെ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി പരിശോധനയ്ക്കായിട്ടും നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ക്രയോസർജറിക്ക് മാത്രമല്ല, പിന്നെ എന്താണ് സാമ്പിളുകൾ അല്ലെ സെൽസുകള് ടിഷ്യൂസ് ഒക്കെ നമ്മ എന്താണ് ഓക്സിഡേഷൻ സംഭവിക്കാതെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയും നൈട്രജൻ യൂസ് ചെയ്യുന്നു. കൂടാതെ ലങ്സിന്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയും നൈട്രജൻ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, നൈട്രജൻ as a gas is used to power tools in place where they do not have ഇൻസ്ട്രുമെന്റ് എയർ. നമുക്ക് ഇൻസ്ട്രുമെന്റ് എയർ കിട്ടാത്ത സാഹചര്യത്തില് നമ്മ ഒരു പവർ ടൂൾ ആയിട്ടും നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കാറിന്റെ ടയറില് എയറിന് പകരം നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും അറിയോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പമ്പുകളൊക്കെ ഉണ്ടാവും, പെട്രോൾ പമ്പിലൊക്കെ ഉണ്ടല്ലേ, അറിയാം, നിങ്ങൾക്കറിയാലോ. എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നത്? കുറച്ചും കൂടിയും അല്ലേ പവർ, നമുക്ക് ആ വണ്ടി കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റും അല്ലേ, അല്ലെ? കുറച്ചും കൂടി മൈലേജ് കിട്ടും അല്ലേ, സ്മൂത്ത് ആവും അല്ലേ? ടയറിൽ നൈട്രജൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ബോയ്സ് ഇല്ലേ, ബോയ്സ് ഒന്ന് പറഞ്ഞേ, അഭിലാഷ് ഇല്ലേ? ആ ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇൻസ്ട്രുമെന്റ് എയർ ഇതുപോലെയുള്ള ഇൻസ്ട്രുമെന്റുകളിൽ യൂസ് മോർ എഫിഷ്യന്റ് ആണ്, കാര്യക്ഷമം. അതായത് ഇൻസ്ട്രുമെന്റ് എയറിന്റെ അഭാവത്തിൽ, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത ഘട്ടത്തില് അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ ഫെസിലിറ്റീസിൽ മാത്രമല്ല, എന്താണ് മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. Most of the time, it comes from the multiple cylinders and is piped at pressure with an alarm system at the source and on the use site. എന്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം, മിക്കപ്പോഴും ഇത് ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്ന് വരുന്നു. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിൽ മാത്രമല്ല, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്ന് വരുന്നു. ആൻഡ് ഈസ് പൈപ്പഡ് പ്രഷർ, എന്താണ് ഇത് ഒരു മർദ്ദത്തിൽ എന്താണ് പൈപ്പുകളിൽ കൂടി സോഴ്സിലും യൂസ് സൈറ്റിലും. ഇപ്പൊ എന്താണ് അതിനൊരു സോഴ്സ് ഉണ്ടാവും അല്ലെ, ഇല്ലേ? ഒരു ടാങ്കോ അല്ലെങ്കിൽ സിലിണ്ടേഴ്സ് ഉണ്ടാവും, സോഴ്സ്. അതിൽ നിന്ന് യൂസ് സൈറ്റിലേക്ക് അലാം സിസ്റ്റം ഉപയോഗിച്ച് മർദ്ദത്തിൽ പൈപ്പ് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ഗ്യാസുകൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, മെഡിക്കൽ ഗ്യാസുകൾ സൂക്ഷിക്കുന്ന ഏരിയ ഉണ്ടോ, കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലുകളില് കുറെ സിലിണ്ടേഴ്സ് വെച്ചിരിക്കുന്ന ഏരിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അതൊക്കെ നോക്കുക കേട്ടാ, നമ്മ പഠിച്ച ഭാഗങ്ങളൊക്കെ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നോക്കാം. അപ്പൊ എന്താണ് ഇത് ഒന്നിലധികം സിലിണ്ടേഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നതാണ് സോഴ്സ്, ഉറവിടതല്ലേ? സോഴ്സ് എന്ന് പറയുന്നത് ആ സിലിണ്ടർ ആണ്. അവിടെ നിന്ന് യൂസ് ചെയ്യുന്ന ഇതിപ്പോ നൈട്രജൻ എവിടെയാണ്? ഇപ്പൊ ചില പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും അല്ലെ ഉപയോഗിക്കുന്നത്.
സർജിക്കൽ പ്രൊസീജിയേഴ്സ് നൽകുന്നത്. അപ്പൊ അവിടേക്ക് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്? പൈപ്പ് ലൈൻ വഴി ഒരേ മർദ്ദത്തില് എന്താ പൈപ്പ് ലൈൻ വഴി മർദ്ദത്തിൽ എന്ത് ചെയ്യുന്ന അലാം സിസ്റ്റം ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഈ അലാം സിസ്റ്റം ഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കും. ഈ ഗ്യാസുകൾ വരുമ്പോ എന്തെങ്കിലും ഡിറ്റക്ഷൻ സംഭവിക്കാം, എന്തെങ്കിലും തകരാറ് സംഭവിക്കാം, എന്തെങ്കിലും ചേഞ്ചസ് പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോ എന്ത് പറ്റും? ഈ അലാം അടിക്കില്ലേ? ആണോ? ഈ അലാം അടിക്കുമ്പോ എന്തെറ്റും? അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമായി റെസ്പോൺസിബിലിറ്റി ഉള്ള സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അത് വന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അലാം സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ അത്? നിങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പോലെ കാണിച്ചു തന്ന് പഠിപ്പിക്കുന്നതാണ് അല്ലേ? ഒരു മിനിറ്റ് ഇട്ടാ. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും സിലിണ്ടേഴ്സ് വെച്ചിരിക്കുന്നത്? കാണുന്നുണ്ടോ? ഇവിടെ ഒരെണ്ണുള്ളോ? സിലിണ്ടർ ഒരെണ്ണുള്ളോ? ആണോ? ഒരെണ്ണുള്ളോ? ഇതില്ല, കുറെ ഉണ്ട് അല്ലെ? അതേപോലെ ഒന്നിലധികം സിലിണ്ടേഴ്സിൽ നിന്നായിരിക്കും ഈ നൈട്രജൻ വരുന്നത്. ഇത് ക്ലിയർ ആയോ? ആ സിലിണ്ടേഴ്സിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ആയോ? സോഴ്സ്. പിന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്ന ഏരിയ ഉണ്ടായിരിക്കും അല്ലെ? യൂസ് ചെയ്യുന്ന ഏരിയ ഉണ്ടായിരിക്കും. ഇപ്പൊ ലാപ്രോസ്കോപ്പി അല്ലെ? സോറി, നൈട്രജൻ ചെയ്യുന്ന അല്ലെ? ലാപ്രോസ്കോപ്പി അല്ല, ക്രയോ സർജറി ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങൾ ഉണ്ടാവല്ലോ, സർജറി ചെയ്യുന്ന റൂമുകള്. അവിടെയൊക്കെ നമുക്ക് നൈട്രജൻ ലഭിക്കണം. അപ്പൊ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഈ സർജറി ചെയ്യുന്ന റൂമിലേക്ക് സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യും? പൈപ്പ് ലൈൻ വഴിയാണ് അല്ലെ കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇതേപോലെ ഒരേ മർദ്ദത്തില് പ്രഷറിൽ ഈ പൈപ്പ് ലൈനിൽ വരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അലാം സിസ്റ്റംസ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ അത് നെക്സ്റ്റ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് നിങ്ങൾക്കൊക്കെ പരിചിതമായ ഒരു ഗ്യാസ് ആണ്. Nitrous oxide is a medical gas commonly known as laughing gas. Nitrous oxide നെ പറയുന്ന പൊതുവെ പറയുന്ന പേര് എന്താണ്? laughing gas അല്ലെ, ചിരിക്കുന്ന ഗ്യാസ്. This medical gas is used to numerous surgical procedures. എന്താണ്? നിരവധി സർജിക്കൽ നടപടിക്രമങ്ങൾക്ക് laughing gas നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. as both as anesthetic and analgesic എന്ന് വെച്ചാല് അനസ്തേഷ്യ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്? വേദന ഇല്ലാതാക്കുന്ന മരുന്നായും നമ്മൾ നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഈ നൈട്രസ് ഓക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സിനിമയിലുണ്ട്, ഇത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? കണ്ടിട്ടുണ്ടോ? വെറുതെ ചിരിച്ചോണ്ടിരിക്കും. ലോഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണെന്നോ? ഇത് ബോധം പോകുകയല്ല. ഈ ഗ്യാസ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ലോഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ചിരി വരും. ഒരു സിനിമയിലുണ്ട്, കാണിച്ചിട്ടുണ്ട്, ശരിക്കുന്നുണ്ട്. അപ്പൊ ഈ നൈട്രസ് ഓക്സൈഡ് നമ്മൾ എന്താണ്? അനസ്തേഷ്യ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ വേദന ഇല്ലാതാക്കുന്ന മരുന്നായും നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വാക്വം.
vacuum നോക്കിയേ piped medical surgical vacuum is used for patient draining, aspiration and suction. എന്താണ് പേഷ്യൻസിനെ ഡ്രൈൻ ചെയ്യുക, ഊറ്റിയെടുക്കുക. സർജിക്കൽ വാക്വം സിസ്റ്റം ഉപയോഗിക്കുന്നത് ഡ്രൈൻ ചെയ്യുക, ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ ആസ്പിരേഷൻ വലിച്ചെടുക്കുക, സെക്ഷൻ ചെയ്യുക. അതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് ഇപ്പൊ നമുക്ക് റൂട്ട് കനാലൊക്കെ ചെയ്യുമല്ല, അപ്പൊ അവിടെ ക്ലീൻ നമുക്ക് ആ ഭാഗത്ത് എന്താണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അവിടെ ക്ലീൻ ചെയ്തിട്ട് ആ വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടെ നമുക്കൊരു ട്യൂബ് എടുത്തിട്ട് വലിച്ചെടുക്കാറില്ലേ? അതാണ്, അതിനാണ് വാക്വം. അതല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യുന്ന ഭാഗത്ത് എന്താണ് പസ്, സർജറി ചെയ്യുമ്പോൾ ആ ഭാഗത്ത് എന്താണ് ബ്ലഡ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്താണ് പഴുപ്പ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി ആ ഭാഗം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാക്വം. Clear ആയോ? This means the medical vacuum in hospital support suction equipment. എന്താണ് ഇത്? ഹോസ്പിറ്റലിൽ എന്താണ് സക്ഷൻ എക്യുപ്മെന്റ് വലിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമായി യൂസ് ചെയ്യുന്നു. Vacuum will vary across the line. പൈപ്പ് ലൈൻ നമ്മൾ മറ്റോടത്ത് എന്താ പറഞ്ഞ ഒരേ മർദ്ദത്തിലാണ് അല്ലെ പൈപ്പ് ലൈനിലും ആ ഗ്യാസ് വരുന്നത്, നൈട്രജന്റെ ഒക്കെ ഒരേ മർദ്ദത്തിലായിരിക്കും. പക്ഷെ വാക്വം എന്ത് ചെയ്യുന്നുണ്ട്? പൈപ്പ് ലൈനില് ഉടനീളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, വേരി ചെയ്യുന്നു, വ്യത്യാസപ്പെടുന്നു. ബട്ട് ഈസ് കോമൺലി മെയിൻറ്റൈൻ അറൌണ്ട് 75 kPa. എന്താണ് കോമൺ ആയിട്ട്, പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അറൌണ്ട് ഏകദേശം 75 kPa മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. കിലോപാസ്കൽ എന്ന് പറഞ്ഞാല് പ്രഷറിന്റെ യൂണിറ്റിനെ പറയുന്നതാണ് കിലോപാസ്കൽ. ക്ലിയർ ആയോ? നമുക്ക് എന്തെങ്കിലും സർജിക്കൽ ചെയ്യുമ്പോ സർജറിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് എന്താണ് ബ്ലഡുകള് അല്ലെങ്കിൽ എന്തെങ്കിലും മലിനം വെള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി ആ ഭാഗം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നത്. ഇതെന്താണ്? ഹോസ്പിറ്റലിൽ സക്ഷൻ എക്യുപ്മെന്റ് ആയി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതെന്താണ്? പൈപ്പ് ലൈനിലുടനീളം ഇതിന്റെ പ്രഷറിൽ വ്യത്യാസം വരുന്നു. ഇത് കോമൺ ആയിട്ട് ഏകദേശം ഒരു 75 kPa അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ വാക്വം? എല്ലാവർക്കും ഓക്കെ ആയോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആയോ? ഓക്കെ. ബാക്കി ആരെന്തൊന്നും പറയാത്തെ? ഓക്കെ. Next, compressed air. Compressed air is used for both medical and non-medical purpose. നമ്മ മെഡിക്കൽ ആരോഗ്യ മേഖലയിലും അല്ലാത്ത മേഖലകളിൽ എന്താണ് നമ്മ compressed air യൂസ് ചെയ്യാറുണ്ട്. The medical use includes laboratory work. Laboratory വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നു. കൂടാതെ ഇൻഹലേഷൻ തെറാപ്പി, ഇൻഹലേഷൻ നടത്തുന്ന തെറാപ്പികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. സർജിക്കൽ ടൂൾസ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പവർ ആയിട്ടും ഇത്തരമായിട്ടും കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നു. മെഡിക്കൽ ഫീൽഡുകളിൽ നമ്മൾ ഇത് ലബോറട്ടറി വർക്കുകൾക്ക് അല്ലെങ്കിൽ ഇൻഹലേഷൻ തെറാപ്പികൾക്ക് അല്ലെങ്കിൽ സർജിക്കൽ ടൂൾസുകളെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പവർ ആയിട്ടും കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇതിൽ ഇത്രയും പഠിക്കാനുള്ളൂ. കംപ്രസ്ഡ് എയർ എന്താണ്? ഇവിടെ തന്നേക്കുന്ന ആ പിക്ചർ കണ്ടിട്ടുണ്ടോ? എന്താണ്? നമുക്ക് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ഗ്രേറ്റർ ആയിരിക്കും ഈ കംപ്രസ്ഡ് എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത്. സാധാരണ മർദ്ദത്തിലും കൂടുതലുള്ള പ്രഷറിലായിരിക്കും ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് കംപ്രസ്ഡ് എയർ. നെക്സ്റ്റ്, സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ഈ ഗ്യാസുകൾ സൂക്ഷിക്കില്ലേ ആ പൈപ്പ് ലൈൻസിന് നമ്മൾ അതെന്താണ് ഒരു കളർ കോഡ് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് പറയാം.
ഇപ്പൊ ആ പൈപ്പ് ലൈനിൽ കൂടി ഓക്സിജൻ ആണ് പോകുന്നതെങ്കിൽ അതെന്താണ്, ആ പൈപ്പിന് വൈറ്റ് കളർ ആയിരിക്കും. നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ അത് ലൈറ്റ് ബ്ലൂ ആയിരിക്കും. മെഡിക്കൽ എയർ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. സക്ഷൻ ആണെങ്കിൽ യെല്ലോ കളറ്, നൈട്രജൻ ആണെങ്കിൽ ബ്ലാക്ക് കളറ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്ത് കളറിലായിരിക്കും, ഗ്രേ കളറിലായിരിക്കും ആ പൈപ്പ് ലൈൻ സൂചിപ്പിക്കുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെ, അതിലേക്കൂടി ആ പൈപ്പ് ലൈനിൽ കൂടി ഏത് ഗ്യാസ് ആണ് പോകുന്നത് അല്ലെ, അത് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇതിന് ഓരോ കളർ കോഡുകൾ നൽകുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് മിസ് ജസ്റ്റ് പറഞ്ഞെന്നാണ്. ഓക്കെ ആണോ എല്ലാവർക്കും? അത് ജസ്റ്റ് മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് components of centralized gas system. Centralized gas systemത്തിന്റെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് സോഴ്സ് ഓർ സപ്ലൈ. എന്താണ്? വിതരണ സ്രോതസ്സുകളെ എവിടെ നിന്നാണ് സോഴ്സ്, മെഡിക്കൽ ഗ്യാസിന്റെ സോഴ്സ് എവിടെയാണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിസ്റ്റം. എന്താണ്? വിതരണ സംവിധാനം എങ്ങനെയാണ്? പൈപ്പ് ലൈൻ വഴിയാണ് അല്ലെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നെക്സ്റ്റ് വാൾവ്സ്. എന്താണ്? വാൾവ്സുകൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രഷറുകൾ, ഈ ഗ്യാസുകൾ ചെല്ലേണ്ട ഏരിയ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാൾവ്സുകൾ കൊടുക്കുന്നത്. വാർണിംഗ് ആൻഡ് അലാംസ് ഫോർ മോണിറ്ററിംഗ്. നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഈ ഗ്യാസുകൾ പോകുന്നതില്ല എന്താണ്, പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാ, അല്ലെങ്കിൽ ആ പൈപ്പിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഘടിപ്പിക്കുന്നത്. ഈ വലിയ വലിയ ഫ്ലാറ്റുകളിലേക്കില്ലേ, ഗൾഫിലൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളിൽ പുക വന്നാൽ എന്ത് പറ്റും? പെട്ടെന്ന് അവിടെ നമുക്ക് ഒരു ചില ബിൽഡിങ്ങുകളില് നമുക്ക് കത്തിക്കാനൊന്നും തീ പിടിപ്പിക്കാനൊന്നും പാടില്ല. അപ്പൊ അലാം അടിക്കും. എന്താണത്? അലാം അടിക്കാണ്. എന്താ? പുക വന്നിട്ടുണ്ട് അല്ലെ, പുകയുണ്ട്, എന്താണ്, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അലാം അടിക്കുന്നത് പൊതുവെ. അപ്പൊ എന്താണ്, അപ്പൊ ഈ ഗ്യാസ് ലൈൻ പോകുന്ന ആ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ഡിറ്റക്ഷൻ, തകരാറ് സംഭവിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ അലാം അടിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ, എന്തോ പ്രശ്നമുണ്ട് അല്ലെ, ആ ഏരിയയിൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അലേർട്ട് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലാം സിസ്റ്റംസ് ഘടിപ്പിക്കുന്നത്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. എന്താണ്? സപ്ലൈ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സെക്കൻഡറി എക്യുപ്മെന്റുകൾ, ദ്വിതീയ ഉപകരണങ്ങള്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് സോഴ്സസ്, ഉറവിടങ്ങൾ എങ്ങനെയാണ്? സോഴ്സസ് ആർ റിസർവ്സ് that generates the flow of medical gases through piping network line manifold system. എന്താണ്? മാനിഫോൾഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്ക് വഴി മെഡിക്കൽ ഗ്യാസുകൾ, മെഡിക്കൽ വാതകങ്ങളുടെ ഒഴുക്ക് എന്ന് വെച്ചാൽ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് ഈ എന്താണ്, ഈ നമുക്ക് ഏത് ഭാഗത്താണോ എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അവിടേക്ക് എങ്ങനെയാണ് ഗ്യാസുകൾ കൊടുക്കുന്നത്? പൈപ്പ് ലൈൻ വഴി കൊടുക്കുന്നു അല്ലെ, വിതരണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ക്ലിയർ ആയോ? മാനിഫോൾഡ് എന്താണെന്ന് മിസ് കാണിച്ചു തരാം കേട്ടോ. മാനിഫോൾഡിംഗ് സിസ്റ്റത്തിൽ നിന്ന് എന്താണ്, പൈപ്പ് ലൈൻ വഴി നമുക്ക് എവിടേക്കാണോ, ഇപ്പൊ ഐസിയുലായിരിക്കാം എന്താണ് മെഡിക്കൽ ഗ്യാസിന്റെ വേണ്ടത്, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം, അല്ലെങ്കിൽ സർജറി ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കായിരിക്കാം. അപ്പൊ നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് എന്ത് ചെയ്യുന്നു? പൈപ്പ് ലൈൻ വഴി വാതകങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു. ക്ലിയർ ആയോ? സപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ്. ഇതിലെന്താണ്? ഹൈ പ്രഷറിലുള്ള സിലിണ്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓൺ ടു ബാങ്ക്സ്, രണ്ട് ബാങ്ക്സുകൾ ഉണ്ടായിരിക്കും. വൺ ഈസ് ബാക്കപ്പ് ടു ദി അതർ. ഒന്നിന്റെ ബാക്കപ്പ് ആയിട്ട് നമുക്ക് ആറുകളില്
ടയർ എന്താണ് ബാക്കപ്പ് ആയിട്ട് വെക്കാറുണ്ട് അല്ലെ? ഉണ്ടോ? എന്താണ് ഒരു ടയറിന് എന്തെങ്കിലും ഇത് സംഭവിച്ചാൽ അല്ലെ, പഞ്ചർ പറ്റിക്കഴിഞ്ഞാൽ നമ്മ എന്ത് ചെയ്യും? എയറൊക്കെ പോയി കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആണോ ബാക്കപ്പ് ആയിട്ട് വെക്കുന്നത്? അതിനാണോ? ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. കാറിൽ എക്സ്ട്രാ അഡീഷണൽ ഒരു ടയർ വെക്കാറില്ലേ ആ സ്റ്റെപ്പിന്? ഓക്കെ, ബാക്കപ്പ് സ്റ്റെപ്പിന് വെക്കാറുണ്ട്. എന്തിനാണ്? നമ്മ ഈ കാറുമുള്ള ടയറിന് എന്താണ് പഞ്ചർ വരാ അല്ലെ, എയർ പോവാ അല്ലെ, സേഫ്റ്റിക്ക്. എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും നമ്മ ഉപയോഗിക്കുന്ന ടയറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റുന്നതിന് വേണ്ടി ഡാമേജ് വന്നാല് മാറ്റും. അതേപോലെ ഇതെന്താണ്, ഇതില് രണ്ട് ബാങ്ക്സുകൾ ഉണ്ട്, സിലിണ്ടേഴ്സിന്റെ രണ്ട് ബാങ്ക്സുകൾ ഉണ്ട്. ഒന്നിന്റെ ബാക്കപ്പ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് നമുക്ക് എന്താണ് പ്രഷർ വരുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിന്റെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ സെക്ഷൻ ഉള്ളത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ എത്ര സിലിണ്ടർ ഉണ്ട്? ഇല്ല. ഓക്കെ, ഇതിനെയാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. 4 ഇതിപ്പോ കുറവാണെങ്കിൽ കൂടുതൽ വരാം. ഇതൊക്കെ ഇതിലാണോ? 2 ഇതണ്ട 1, അതായത് ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും ഒരെണ്ണത്തിൽ തന്നെ അല്ലേ? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇപ്പഴത്തെ സൈഡിൽ 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. എന്താണ് ഇത്? ഒന്നിന്റെ ബാക്കപ്പ്, അതായത് ഇത് ഈ സൈഡിലുള്ളത് പ്രവർത്തിക്കാതെ വരികയോ അതിനെന്തെങ്കിലും ഡാമേജ് അല്ലെ, അതിൽ ഗ്യാസിന്റെ കുറവ് വരുമ്പോൾ എന്താണ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പഴത്തെ സൈഡിലുള്ളത് ഈ ഗ്രൂപ്പ് വരുന്നത്. ക്ലിയർ ആയോ? ഈ സെറ്റിനെ പറയുന്നതാണ് ബാങ്ക്സ്. ഒരെണ്ണത്തിൽ 5 എണ്ണം വെച്ചില്ലേ, ഒരു സൈഡിൽ 5 എണ്ണം വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു സെറ്റ്, ആ 5 എണ്ണത്തിനെ പറയുന്നതാണ് ബാങ്ക്സ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതിന്റെ സെന്ററില് എന്തെങ്കിലും കാണുന്നുണ്ടോ? സെന്ററിൽ നോക്കിയേ, ഉണ്ടോ? അതെന്തിനായിരിക്കും? മിസ് പറഞ്ഞുതരാം. Besides, the control panel is inside for primary and secondary regulators. അല്ലെ, ഫസ്റ്റത്തെ ഉണ്ടാവും, സെക്കൻഡറി പ്രാഥമികം ദ്വിതീയവുമായ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതെന്താണ്? അതിലാ നടുക്ക് എന്താണ്? കൺട്രോൾ പാനൽ അല്ലെ. ബിസൈഡ്സ് കൺട്രോൾ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗ്യാസിന്റെ ഒഴുക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്? പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് വാർണിംഗ് ലാംപ്സുകൾ, ഈ ഇതിൽ പോകുന്ന മർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കാതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാർണിംഗ് ലാമ്പുകളും അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? മാനിഫോൾഡ് സിസ്റ്റം. ബാക്കി എല്ലാവർക്കോ? അഖിൽ നോക്കിയാണ്. ബാക്കി എല്ലാവർക്കോ? ബിൻഷ, ബാക്കി എല്ലാവർക്കോ? അന്ന, ജിനു, എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയ ഒരുപാട് ഇമേജസ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒന്നിൽ കൂടുതൽ. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ 2, 3, 4 സിലിണ്ടേഴ്സ് ഉള്ള 2 സെറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ടിന്റെ നടുക്കായിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന പ്രഷറിന്റെ വേരിയേഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സും നമുക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ തരുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ലാമ്പുകളൊക്കെ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും.
Next, a piping network. Piping network. Medical gases and vacuum are distributed through pipeline distribution system to provide gas or vacuum at the end point of the terminal units. എന്താണ് ഇതിന്റെ end point അവസാന യൂണിറ്റ് അതല്ലെങ്കിൽ ലാസ്റ്റ് ഇതിന്റെ എന്താണ് കൺക്ലൂഷൻ യൂണിറ്റിലേക്ക് എന്താണ് പൈപ്പ് ലൈൻ വഴിയായിരിക്കും എന്താണ് ടാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സിലിണ്ടേഴ്സിൽ നിന്ന് വിതരണം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലേ, ആ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഈ സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് ഗ്യാസ് എത്തിക്കണം. അതെങ്ങനെയാണ്? ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആയിരിക്കും എൻഡിങ് പോയിന്റ്. എൻഡ് പോയിന്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എങ്ങനെയായിരിക്കും ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്? പൈപ്പ് ലൈൻ വഴി അല്ലേ? പൈപ്പ് ലൈൻ വഴിയാണോ? അതാണ് ഇതില് പറഞ്ഞേക്ക് എന്താണ് മാനിഫോൾഡ് എന്താണ് പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു പ്രൊവൈഡ് ഗ്യാസ് ഓർ വാക്കം അറ്റ് ദ എൻഡ് പോയിന്റ് ഓർ ടെർമിനൽ യൂണിറ്റ്സ്. എന്താണ് മെഡിക്കൽ ഗ്യാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഏരിയയിൽ നിന്ന്, അതായത് ഇപ്പൊ ടാങ്കുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ സിലിണ്ടേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നായിരിക്കാം ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നും എൻഡ് പോയിന്റിലേക്ക്, അപ്പൊ ഇത് ഒരു എൻഡ് ഉണ്ടാവും അല്ലെ, ചിലപ്പോൾ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ആവാം, അല്ലെങ്കിൽ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി യൂണിറ്റ് ആവാം. അപ്പൊ എൻഡ് പോയിന്റിലേക്ക് പൈപ്പ് ലൈൻ വഴിയായിരിക്കും ഗ്യാസുകൾ അല്ലെങ്കിൽ വാക്വം വിതരണം ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്ത് വെച്ച് ആരൊന്നും പറയാത്തെ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിലോ ഒന്നെങ്കിൽ സിലിണ്ടേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഈ മാനിഫോൾഡ് സിസ്റ്റം പോലെയുള്ള ഒന്നിലധികം ബാങ്കുകൾ വെച്ചിട്ടൊക്കെ ആയിരിക്കാം വിതരണം ചെയ്യുന്നത്. അപ്പൊ ഈ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത്, എത്തിക്കേണ്ടത്, ഇപ്പൊ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കായിരിക്കാം, അല്ലെങ്കിൽ എമർജൻസി യൂണിറ്റിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കാം. അതിനെയാണ് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടേക്ക് പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യുന്നു, ഗ്യാസുകൾ അല്ലെങ്കിൽ വാക്വം വിതരണം ചെയ്യുന്നു. Okay, next, the terminal units may be either wall mounted or pendant mounted. ഈ ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയും അവിടെ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ വാൾ മൗണ്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെൻഡന്റ്. പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വാളിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല കളറില് ഇങ്ങനെ ഹോൾസ് വെച്ചിങ്ങാണ് എടുത്ത് ഇതാക്കുന്നത്. അപ്പൊ അങ്ങനെ വാളില് ഫിറ്റ് ചെയ്തതോ അതല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഗ്യാസുകളുടെ ഇൻലെറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. ഈ പൈപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഹൈ ക്വാളിറ്റിയുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള കോപ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മോറോവർ പൈപ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ഫിസിക്കൽ ഡാമേജ് ആൻഡ് കൊറോഷൻ. എന്താണ് ഈ പൈപ്പുകൾക്ക് ഡാമേജുകൾ വരാതിരിക്കാൻ, ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ തകരാറുകളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പർ കൊണ്ട് നിർമ്മിക്കുന്നത്. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റിന് അനുസരിച്ച് എന്താണ് ഈ പൈപ്പുകളുടെ കളറ് വ്യത്യാസം വരുന്നു. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ഓക്സിജൻ ആണെങ്കിൽ ഇന്ന കളർ ആയിരിക്കും അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഇന്ന കളർ ആയിരിക്കും. അപ്പൊ എന്താണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് എന്താണ് ഈ അതിലടങ്ങിയിരിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും ഇതിന് കളർ കൊടുക്കുന്നത്. സാധാരണ പൈപ്പൊക്കെ ആണെങ്കിൽ എന്ത് പറ്റും? പൊട്ടിപ്പോകാം അല്ലെ, നമ്മുടെ നോർമൽ പൈപ്പുകളൊക്കെ ആവുമ്പോ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ കൊണ്ട് നിർമ്മിച്ച പൈപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്, പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വാൾസ്. വാൾസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വാൾസ് കണ്ടിട്ടുണ്ടോ വീടുകളില്? നമ്മുടെ വീടുകളിൽ വാൾസുകളുണ്ട് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് അല്ലേ?
കണ്ടിട്ടില്ലേ ആരും വാൽവ്? അത് നമുക്ക് ഇപ്പൊ ഹൗസ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മീറ്ററിൽ ഉണ്ടാവും അല്ലെ മെയിൻ ആയിട്ടുള്ള വാൽവ്. ആ വാൽവ് പൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്ഥലത്തേക്കോ കിച്ചൺ ഗ്യാസ് കൺട്രോൾ ചെയ്യാൻ വാൽവുകളുണ്ട്. കൂടാതെ വെള്ളത്തിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ അല്ലെ. അപ്പൊ ഈ മെയിൻ വാൽവ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടേക്കും വെള്ളം പോകില്ലല്ലോ. വാട്ടർ ബ്ലോക്ക് ആവാം. അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയക്കുള്ള വാൽവ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ ബാത്റൂമിലേക്ക് മാത്രമായിട്ട് വാൽവുകളൊക്കെ ഉണ്ടാവാറില്ലേ? ബാത്റൂമിന്റെ പുറത്ത് വാൽവ് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ വാൽവ് പൂട്ടിക്കഴിഞ്ഞാലോ ബാത്റൂമിലേക്ക് മാത്രമുള്ള വിതരണം തടസ്സപ്പെടും അല്ലെ. വെള്ളം വരുന്നത് തടസ്സപ്പെടും. അപ്പൊ എങ്ങനെയാണ്? രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട് അല്ലെ. മെയിൻ വാൽവ് ഉണ്ടാവും, അഡീഷണൽ ആയിട്ട് അല്ലെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് ഉള്ള ഇത് തടസ്സപ്പെടുന്നതിന് വേണ്ടിയുള്ള വാൽവുകളുണ്ട്. അത് ക്ലിയർ ആയോ? മെയിൻ വാൽവ് പൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? വേറെ എവിടേക്കും അല്ലെ ഒരു ഭാഗത്തേക്കും സപ്ലൈ നടക്കില്ല. ഏരിയയിലേക്കുള്ള വാൽവ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഏരിയയിലേക്കുള്ള വെള്ളം മാത്രം തടസ്സപ്പെടും. അത് ഇതിൽ നോക്കിയേ വാൽവ്സ്. There are two types of valve. ഗ്യാസിൽ ഉപയോഗിക്കുന്ന എന്താണ്? രണ്ട് ടൈപ്പ് വാൽവുകൾ ഉണ്ട്. സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്. സോൺ വാൽവും സർവീസ് വാൽവും. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ഇൻ ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് ദി സിസ്റ്റം. ആ ലാർജ് പാർട്സ് സിസ്റ്റത്തിന്റെ ലാർജ് ഭാഗം, ഒരുപാട് ഭാഗങ്ങളെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. That is room for modification and or repairs. ആ ഗ്യാസ് വിതരണം ചെയ്യുന്ന ആ റൂമിലേക്ക് എന്താണെങ്കിലും മോഡിഫിക്കേഷൻസ് ചേഞ്ചസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ റൂമിലേക്കുള്ള സോൺ വാൽവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ടേക്കുള്ള വിതരണം തടസ്സപ്പെടും അല്ലെ. ആ റൂമിന്റെ ഉള്ളിലേക്ക് എവിടേക്ക് എന്ത് വെച്ചില്ല? ഗ്യാസുകള് വിതരണം ചെയ്യില്ല. Zone valves are installed on corridors. Corridor valves and should labeled to indicate the room that they control. ഈ സോൺ വാൽവ് ഫിറ്റ് ചെയ്യുന്നത് വരാന്തകളിലെ വാളുകളില് മതിലുകളിലായിരിക്കും. And should be labeled to indicate the room that they control. എന്താണ്? അത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യാൻ മനസ്സിലാകുന്നതിന് വേണ്ടി അത് ലേബൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ആ കോറിഡോറിൽ സൂക്ഷിച്ചിരിക്കുന്നത് ICUലേക്കുള്ള ഗ്യാസ് സപ്ലൈ ആണ്, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഗ്യാസ് സപ്ലൈ ആണെങ്കിൽ അതെന്ത് ചെയ്യും? ആ വാൽവിന്റെ ഒപ്പം ലേബൽ ചെയ്ത് സൂക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എങ്ങോട്ടുള്ള സപ്ലൈ ആണ് അതിലൂടെ നടക്കുന്നത്. Furthermore, service valves are used to isolate certain parts of the system. സർവീസ് വാൽവ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമുള്ള സപ്ലൈ ആണ് ഐസൊലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഫോർ മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ, ഒരു ചെറിയ ഒരു ഏരിയയിലേക്കുള്ള എന്താണ്? ഇപ്പൊ ബെഡ് നമ്പർ 6 കിടക്കുന്ന പേഷ്യൻസിന്റെ ആ ഭാഗത്താണ് എന്തെങ്കിലും ഡിറ്റക്ഷൻ തകരാറ് സംഭവിച്ച, അപ്പൊ എന്ത് ചെയ്യണം? അവിടുത്തെ മാത്രം അല്ലെ വാൽവ് കൂട്ടാ അല്ലെ? ആണോ? Further, service valves are used to isolate certain parts. ആ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രം ഐസൊലേറ്റ് ചെയ്യാം, അതായത് ഒറ്റപ്പെടുത്തുക, അങ്ങോട്ടുള്ള സപ്ലൈ മാത്രം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവുകൾ ഘടിപ്പിക്കുക. ഇപ്പൊ ചെറിയ ഏതെങ്കിലും ഒരു പോർഷനിൽ എന്ത് വെച്ചാ ലീക്കേജ് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷറിൽ വേരിയേഷൻ വരുമ്പോ നമ്മ എല്ലാം കൂട്ടിയിടണോ? മൊത്തം സപ്ലൈ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോ? കൺട്രോൾ ചെയ്യണോ? വേണ്ട. ആ പെർട്ടിക്കുലർ ഏരിയയിലത്തെ മാത്രം കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. കൂട്ടിയാ പോരെ, ക്ലോസ് ചെയ്താ പോരെ. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ എന്താണ് ഗ്യാസ് കൺട്രോൾ ചെയ്യാനാണ് സർവീസ് വാൽവുകൾ ഘടിപ്പിക്കുന്നത്. ക്ലിയർ ആയോ?
Therefore, they are accessible by the clinical staff. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്, ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. വാൾവ്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട്, സോൺ വാൽവും സർവീസ് വാൽവും. സോൺ വാൽവ് എന്ന് പറഞ്ഞാല് ആ സിസ്റ്റത്തിന്റെ എന്താണ് ഒരു ഭാഗം ലാർജ് പാർട്സുകളെ കൺട്രോൾ ചെയ്യാനാണ് സോൺ വാൽവ് ഫിറ്റ് ചെയ്യുന്നത്. സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം, ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ മാത്രം ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനാണ് സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്ന് മിസ് എടുത്തത് എല്ലാവർക്കും? എന്താരും ഒന്നും പറയാത്തെ? ക്ലിയർ ആയില്ല? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം, പിന്നെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.